സോ ഹലോ ഗൈസ്, എല്ലാ കുട്ടികളും നമ്മുടെ മെത്തൂരിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ ഞാനാണ് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നമ്മുടെ ബിഗ് കൺസ്ട്രക്ഷൻ പണി നടന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്പം നമ്മളിന്ന് ഫോർച്യൂണറയിലാണ് പോകുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ബിഗ് കൺസ്ട്രക്ഷൻ നടന്നിടത്ത് ഏണ്ടൊക്കെ പരിപാടിയുണ്ട്, ബിഗ് കൺസ്ട്രക്ഷൻ നടന്നിടത്ത് ഏണ്ടൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട്, അപ്പം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ അങ്ങോട്ടങ്ങ് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച്. ബിഗ് കൺസ്ട്രക്ഷൻ നടന്ന സ്ഥലമല്ലേ വയസ്സ്, അവിടെ ഇപ്പോൾ ഏണ്ടൊക്കെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഏണ്ടൊക്കെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ്. ഇന്നലെ വരെ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് വിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഏണ്ടൊക്കെ കാണാം അല്ലയോ വയസ്സ്, അതുകൊണ്ട് റോഡ് പാലം പോലെ ഏണ്ടൊക്കെ കാണാം. എന്തുവാന്ന് ഇപ്പം നമുക്കങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വഴി ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ്. ഇവിടെ സീനായിട്ടുണ്ട് കേട്ടോ, റോഡൊക്കെ പണിഞ്ഞ്. എൻ്റെ ഗായ്സ്, എന്താണിത്? ഒരുപാട് പരിപാടികളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇതെന്തുവാണ് ഗായ്സ്, വർക്ക്ഷോപ്പോ? ഇതെന്താണിത്? ഞാൻ എന്തായാലും അതിനകത്തോടെ കയറി പോകാനായിട്ട് നോക്കുവാണ്. ഇതെന്താണിത്? കുറേ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വോൾഡ് സൈലിൻ്റെ വല്ലതൊക്കെ നടപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വോൾഡ് സൈലിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കണ്ടെനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. കാട്ടാക്കട എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പം ഞാൻ നൈസിന് ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് കയറി ചെന്ന് നോക്കട്ടെ. അവരും ഫോർച്യൂണറാണ് എൻ്റെ ഫ്രണ്ടിനും. അപ്പോൾ ഞാൻ നൈസിന് വണ്ടി പാർക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങി അകത്തോട്ടൊന്ന് കയറി ചെന്ന് നോക്കട്ടെ. അപ്പം ഞാൻ അകത്തോട്ടൊന്ന് കയറുവാണ്. എന്താണ് കേസ് ഇത് ഒരു രക്ഷയില്ലേ? ഇവിടെ പണിഞ്ഞു വെച്ചേക്കുന്നത് എന്താണ്? നമുക്കത് ഫുള്ളിന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി, ഇതാണ് ഫ്രണ്ടിൻ്റെ ഫോർച്യൂണർ. അപ്പം ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ട് കേട്ടോ. മൂവ് കാർ ക്ലോസർ ടു ദ ഓഫീസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗൈസ്, ഇൻഷുറൻസിൻ്റെ ഒക്കെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ആ റോഡിൻ്റെ സ്ഥാനത്ത് പിടിച്ച് കയറ്റിയിട്ട് നേരെ നമ്മുടെ വണ്ടിയിലോട്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിലോട്ട് കയറിയിട്ട് നേരെ റിവേഴ്സ് എടുത്ത് അങ്ങ് പോകാനാണ്. പോകത്തില്ല, നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. മൂവ് കാർ ക്ലോസർ ടു ദ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും വല്ലതും നടക്കുമെന്ന് നോക്കി നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അകത്തോട്ട് കയറി ഇനിയെങ്കിലും ഒന്ന് നോക്കട്ടെ പറ്റുമോന്ന്. ഇല്ല ഗൈസ്, ഇനിയും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ എന്തെങ്കിലും വരാനുള്ള പരിപാടിയായിരിക്കാം. ഈ ഇപ്പോഴും ഒന്നും കാണിക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും വരാനുള്ള പരിപാടിയായിരിക്കും. അപ്പം ഞാൻ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ആ റോഡിൻ്റെ സ്ഥാനത്ത് പിടിച്ചേക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വണ്ടി കയറിയിട്ടുണ്ട്. റോഡിൻ്റെ സാധനം പിടിച്ച് വെക്കുമ്പം നമുക്ക് പെട്ടെന്ന് വണ്ടീൻ്റെ അടുത്തോട്ട് എത്താമല്ലോ ഗൈസ്. അപ്പം ഞാൻ ആ റോഡിൻ്റെ സാധനം പിടിച്ച് വെക്കിയിട്ട് വണ്ടിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തുറക്കാൻ പറ്റുമോ ഗൈസ്? ഞാൻ ഇറങ്ങി നോക്കട്ടെ തുറക്കാൻ പറ്റുമോ. എനിക്കറിയത്തില്ല തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഞാനൊന്ന് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങ് തിരിച്ചങ്ങ് അകത്തോട്ടം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. അപ്പം ഞാൻ നേരെ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ പുറകിനങ്ങ് നടന്നോളുക. അപ്പം ഞാനാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്തായാലും അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടുത്തെ ഇറങ്ങുന്ന ഇതെന്താണ് ഇത്, റേസിംഗ് ട്രാക്കോ? അതേ കൂട്ടം എന്തോ പരിപാടി, ജസ്റ്റ് ഇടിച്ചാലിപ്പം. ഇതെന്താണ് റേസിംഗ് ട്രാക്കോ? അതേ കൂട്ടം എന്തോ ഒരു വലിയ പരിപാടിയാണ് കേട്ടോ. റേസിംഗ് ട്രാക്ക് പോലുണ്ട് കാണാൻ. പക്ക റേസിംഗ് ട്രാക്കിൻ്റെ കൂട്ടൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ ഇതാക്കി വെച്ചേക്കാണ്. ഇവിടെ നമുക്ക് ആ കാണികൾക്കൊക്കെ ഇരുന്ന് കാണാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇനി നമ്മളിതേ കൂട്ടം എല്ലാം വരുവാണെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഗൈസ്. ഇപ്പം ഈ നിലവിൽ ഇതേ വന്നോള്. ഇനി ബാക്കി വല്ലതും വരുമോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ ഒരു കാർട്ട് കിടപ്പുണ്ട്, അത് ഓടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇല്ല ഗൈസ്, അത് ഓടിക്കാൻ പറ്റത്തില്ല. ഓടിക്കാൻ പറ്റുമോ നൈസായിരുന്നേനെ, നമുക്കതൊക്കെ ഓടിച്ചുകൊണ്ട് ഇവിടെ എല്ലാം നടക്കാമായിരുന്നു. പക്ഷേ ആ ഗോ കാർട്ട് ഓടിക്കാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. സാരമില്ല ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേസിംഗ് ട്രാക്ക് റേസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്. ഞാനെന്തായാലും ട്രൈ ചെയ്ത് നോക്കണോ അല്ലേ വേണ്ട ഗൈസ്. റേസിംഗ് ട്രാക്കിലൊന്നും റേസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ നേരെ വിട്ടിട്ടുണ്ട്.
ഫോർച്യൂണറിൽ ആരെങ്കിലും അല്ലെങ്കിൽ റേസ് ചെയ്യുമോ ഗൈസ്? റേസൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വണ്ടി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതുവഴി ഇറങ്ങാൻ തോന്നുന്നു കേട്ടോ. ഇതുവഴി നമ്മൾ നേരെ അവിടെ ആയിട്ടൊരു പാർക്കിംഗ് സ്ലോട്ടാണോ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതും പുതിയതായിട്ട് വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ഈ മാപ്പിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്നതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. മാപ്പിൽ പുതിയതായിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാശ് പറഞ്ഞു വിട്ടിട്ട് പാർക്കിംഗ് സ്ലോട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിടാനുള്ള സ്ഥലമാണ്. ഞാൻ എന്തായാലും വെളിയിലോട്ട് വീണ്ടും ഇറങ്ങുവാണ്. നമ്മൾ മറ്റൊന്ന് ഫുള്ളൊന്നും കണ്ടിട്ട് വരാം. നമ്മളെ റേസിങ്ങിൻ്റെ സ്ഥലത്ത് കാണികൾക്കൊക്കെ ഇരുന്ന് കാണാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഭയങ്കര സെറ്റപ്പിലാണ് പണി നടത്തിയേക്കുന്നത്. ഇതുവഴി ഇറങ്ങാം കേട്ടോ. ഇതുവഴി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവരെല്ലാം പണിഞ്ഞ് വെച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ലാതാണ്. പക്ഷേ ഇത് എന്താണ് ഇവർ ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ നാളായിട്ട് ബിഗ് കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. നമ്മൾ കൺസ്ട്രക്ഷൻ എൻ്റെ ഗായ്സ് അത് കണ്ടായിരുന്നു. വണ്ടി കറക്റ്റ് ഇടിച്ച് മറിഞ്ഞിട്ട് കറക്റ്റിന് വന്ന് ലാൻഡ് ചെയ്ത് ഗൈസ്. ഒരു കുഴപ്പവും ഇല്ലാതെ കറക്റ്റിന് വന്ന് ലാൻഡ് ചെയ്ത്. എങ്ങനെ ഇടിച്ചെന്ന് എനിക്ക് മനസ്സിലാകാത്ത കറക്റ്റിന് വന്ന് എന്തായാലും ലാൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗൈസ് ഇതെന്താ ടയർ സർവീസ്? നമ്മളിതിനകത്ത് ഏറ്റവും വണ്ടിയൊക്കെ പൊക്കൂ ഇല്ല ഗൈസ്. നമ്മൾ അതും കൂടെ കൊണ്ടുവരണമായിരുന്നു. നമ്മൾ ഈ വണ്ടിയൊക്കെ കയറ്റുമ്പോഴേ ടയറൊക്കെ മാറ്റുന്നില്ല, ആ സെറ്റപ്പില്ല. അതും കൂടെ വേണമായിരുന്നു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സൂപ്പറായിരുന്നേനെ എനിക്ക് പറയാം. ഞാൻ പിന്നെ ഇതിലേക്കൂടെ നൈസിനങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഈ വണ്ടി ഇറങ്ങി വന്ന് എൻ്റെ പൊന്നോ അവിടെ ഇച്ചിരി ജാമായെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ കണ്ട നേരെ വണ്ടി ഓടിച്ച് വീണ്ടും നമ്മൾ ആദ്യം പോയ സ്ഥലത്തൂടെ തന്നെ പോവാണ്. ഞാൻ ഇവിടെ ഇട്ട് ഇറങ്ങിയിട്ട് നോക്കി നോക്കാം. എനിക്ക് ഇവിടെ ഇട്ട് ഇതിനകത്തോട്ടൊന്ന് നോക്കി നോക്കാം. എൻ്റെ അകമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ പരിപാടികളുള്ള കൂട്ടാണ് കിടക്കുന്നത്. കൊള്ളല്ലേ കേസ്. ഇവിടെ നല്ല കുഴപ്പമില്ലാത്ത പരിപാടികളൊക്കെ ഉണ്ട്. നല്ല നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇതൊക്കെ തന്നെയാണ്. ഇനിയും ഇവിടെ വല്ലതും വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. എനിക്ക് കറക്റ്റിന് അറിയത്തില്ല. അവിടെ ആണെങ്കിൽ നമ്മളെ വണ്ടി കുറേ നേരമായിട്ട് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. മൂവ് ദ കാർ ക്ലോസർ ടു ദ ഓഫീസ്. ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുത്ത് ഒരു ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആ സമയത്താണെങ്കിൽ ഞാൻ നേരെ വണ്ടി കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി ഇവിടെ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതിൻ്റെ പുറകുവശത്ത് എങ്ങാണ്ട് ഇട്ടാൽ ചിലപ്പം വർക്കൗട്ടായില്ല. ഞാനപ്പോൾ ഇതിൻ്റെ പുറകുവശത്തിട്ട് അകത്തോട്ടൊന്ന് ഇത് ഈ പുറകുവശം വരെ കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് ഈ സൈഡിലോട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അയ്യോ ഇതെന്താടാ ഇതെന്താ ഇത്? നമ്മുടെ ആ ഇലയൊക്കെ ഗ്ലിച്ചടിച്ച് ഞാൻ അകത്തൂടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നേരെ തുറന്നിട്ടുണ്ട്. തുറന്നങ്ങോട്ട് കയറുവാണ്. നേരെ തുറന്നങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിനി അവിടെയും കൂടെ കുറച്ച് പേര് എന്താ തുറക്കാത്തേ? തുറന്ന് അങ്ങനെ ഫൈനലി നമ്മൾ തുറന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സോഫയും പിന്നെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നു. ചേച്ചി കാലൊന്നും കഴിക്കത്തില്ലയോ? ഇല്ല മോനെ, ഇതങ്ങ് ശീലമായിപ്പോയി. ചേച്ചി പറഞ്ഞത് ഇതങ്ങ് ശീലമായിപ്പോയി എന്നാണ്. എന്തോ ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്താണ്ട് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. കുറേ നേരമായിട്ട് കമ്പ്യൂട്ടറിലിട്ടങ്ങ് പരിപാടി എന്താണെന്നാ. ഞാനപ്പോൾ നേരെ ഇറങ്ങിയിട്ട് അവിടെ ഇട്ടുകൊണ്ട് നമുക്കിനി ഇപ്പുറത്തൂടെ ചെന്ന് ഒന്നും കൂടെ നോക്കാൻ പറ്റുമോയെന്ന്. ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല ഗൈസ്, ഞാൻ ഉദ്ദേശിച്ച കൂട്ട് തന്നെ പറ്റിയില്ല. എന്താ ചെയ്യാൻ? ഇതൊക്കെ എന്തൊക്കെയോ ബഗ്ഗാണോ എന്തുവാണെന്ന് അറിയത്തില്ല. വോൾട്ട് സെല്ലിൻ്റെ ആണോ എന്തോ സംഭവം എന്ന് എനിക്കിപ്പോൾ ഇതുവരെ പിടിയിട്ടില്ല. അതിൻ്റെ ആരെങ്കിലും നല്ല വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാനത് കണ്ടിട്ട് ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു വരുന്നതാണ്. എനിക്ക് പിടി കിട്ടിയില്ല ഇതുവരെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും ഞാൻ തന്നെ വണ്ടി ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാനായിട്ട് ഗേറ്റ് ചെയ്യണം. പക്ഷെ ഒന്നുമില്ല. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ ഇതുവഴി നൈസിനങ്ങ് ഇറക്കിയിട്ടുണ്ട്. ഇതുവഴി ഇറങ്ങാം അല്ലേ ഗൈസ്? നമുക്ക് കുറേ വഴിയുണ്ട് ഇതിനകത്തോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വണ്ടി ഇറക്കിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇച്ചിരി ലോങ് ആണെങ്കിലും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. നമ്മുടെ ഇന്ന് പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റ് വന്നതിൻ്റെ ഇതാണ്. അപ്പം എല്ലാ മച്ചന്മാരും ഇനി അടുത്ത വീഡിയോ വരുന്ന വരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മളിനി ലൈവൊക്കെ ഇടുന്നതാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.